ഹായ്, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. ഇന്ന് നമുക്ക് ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഹാർട്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഇതേപോലെ മാജിക് റിങ് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് മാജിക് റിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ഇടുക. അതിനുശേഷം ഇതേപോലെ എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. മാജിക് റിങ്ങിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 3 4 5 and 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത. എന്നിട്ട് ഇവിടുന്ന് നല്ലോണം പ്രസ് ചെയ്ത് വലിക്കുക. കണ്ട, വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ കാണും. സിംഗിൾ ക്രോഷ്യ ഇട്ട് അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് നല്ലോണം ടൈറ്റിൽ വലിച്ചു കൊടുക്കുക. കണ്ട, ആ ഹോൾ അങ്ങ് പോയിക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് മാർക്സ് ഇനി ആഡ് ചെയ്തിട്ട് വേണം അമിഗുരുമി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ച് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് മാർക്സും കൂടി എങ്ങനെ ആഡ് ചെയ്യലെന്നും കൂടി ഞാനിതിൽ പറഞ്ഞുതരാം. ആദ്യം ചെയിൻ 1 ഇടുക. സെക്കൻഡ് റോ ആണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് റോയിൽ ഇൻക്രീസിങ് ആണ് ചെയ്യേണ്ടത്. ഫുൾ ചെയിനിൽ നമുക്ക് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് മാർക്സ് ഇല്ലാത്തവർ ഇതേപോലത്തെ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ കളർഫുള്ളി ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ഇട്ടു. അതിൻ്റെ ചെയിൻ കണ്ടോ, ആ ചെയിനിൽ പോയിട്ട് സ്റ്റിച്ച് മാർക്സ് ആഡ് ചെയ്യാം. ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടെ ഇപ്പം 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇനി അവിടെ 1 മോർ സിംഗിൾ ക്രോഷ്യയും ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പം എവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്നുള്ള മാർക്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഡൗട്ട് വരില്ല. അതുകൊണ്ടാണ് സ്റ്റിച്ച് മാർക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ബിഗിനേഴ്സിന് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് സ്റ്റിച്ച് മാർക്സ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടൈംസ് ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് ടൈംസ് ഇൻക്രീസിങ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് ടൈംസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ടൈം. ലാസ്റ്റ് 6th ടൈം ഇൻക്രീസിങ് ചെയ്തു. കണ്ടോ, ഇപ്പം നമുക്ക് ഡൗട്ട്സ് എന്തായാലും ഉണ്ടാവും. കാരണം ബിഗിനേഴ്സിനെല്ലാം ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കണ്ട, ഇവിടെ ചെയിൻ ഉണ്ട്, ഇവിടെയും ചെയിൻ ഉണ്ട്. എവിടെയാണ് സ്റ്റിച്ച് മാർക്സ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്ന് ഡൗട്ട്സ് ആവും. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് മാർക്സ് കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്ന് ഐഡിയ കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ മാർക്സ് ഊരുക. എന്നിട്ട് ആ മാർക്ക് ഇട്ടെടുത്ത് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് റോയും കൂടി എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. ചെയിൻ 1 സ്റ്റിച്ച് മാർക്സ് ഇടുന്നത് സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അവിടെ പോയിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ചെയിനിൽ സ്റ്റിച്ച് മാർക്സ് ആഡ് ചെയ്യുക. കണ്ട, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ റോയിൽ നമുക്ക് 1 സിംഗിൾ ക്രോഷ്യാണ് ഈച്ച് ചെയിനിൽ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് റോ 6, നെക്സ്റ്റ് ഇൻക്രീസിങ് ചെയ്തപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കിട്ടി. ഇനി ഈ റോയിലും നമുക്ക് 12 സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. ഇപ്പം 1 ചെയ്തു. നെക്സ്റ്റ് 2 3 4 5 6 7 8 9 10 11 12. കണ്ട, കറക്റ്റ് സ്റ്റിച്ചസ് നമുക്കുണ്ട്.
ഇനി എന്ത് ചെയ്യുക, നേരത്തെ പോലെ മാർക്ക് ചെയ്ത് അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്യാം. റിമൂവ് ചെയ്യുക, ഇതാ അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് നമ്മളെ തേർഡ് റോ വരുന്നത്. ഇനി എന്ത് ചെയ്യുക, ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ 1 മോറും കൂടി സെയിം പാറ്റേൺ ചെയ്യേണ്ടതുണ്ട്. 1 മോറും കൂടി ചെയ്തിട്ട് കാണിക്കാം. 2 സെയിം പാറ്റേൺ ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒന്ന് നമ്മൾ യാണ് കട്ട് ചെയ്ത് വെച്ചു, നമ്മൾ ചെയ്തതിൽ മറ്റേതിൽ യാണ് കട്ട് ചെയ്യാതെ വെക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് റോ, അതായത് 4th റോയിൽ നമ്മൾ ജോയിനിങ് ആണ് ചെയ്യേണ്ടത്. ജോയിനിങ് മീൻസ് നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്തത് അവിടെ പോയിട്ട് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച്. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയിൻ 1 ഇടുക, ഇവിടുന്ന് 12 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1, ശ്രദ്ധിക്കണേ, 1 2 3 4 5 കൗണ്ട് ചെയ്ത് പോയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 6 7 8 9 10 11 ആൻഡ് 12. ഇതാ ലാസ്റ്റ് സ്റ്റിച്ച് ഇവിടെ ഉണ്ട്, 12. കണ്ടോ, നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് പാർട്ട് കണ്ട, ആ പാർട്ടിലേക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചസ് ചെയ്യുക. അതായത് 1 12 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. 2 3 4 5 ഇതേപോലെ കൗണ്ട് ചെയ്തുകൊണ്ട് പോവാം. 6 7 8 9 10 11 കണ്ടോ, 12. നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് തന്നെ എത്തി, 12 ഇട്ടു. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കും. അതായത് ഇവിടത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, നമ്മളെ 4th റോ കംപ്ലീറ്റ് ആയി, ജോയിനിങ് കംപ്ലീറ്റ് ആയി. ഇതേപോലത്തെ പാറ്റേൺ ആണ് കിട്ടൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 5th റോ ഓൾ ചെയിനിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാണ് വേണ്ടത്. 1 2 3 4 5 ഓൾ ചെയിന് 1 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി ആദ്യം ചെയ്ത ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി എന്താ ചെയ്യുക, നെക്സ്റ്റ് റോ നമുക്ക് ഡിക്രീസിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചെയിൻ 1 സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്സ് ആഡ് ചെയ്യാട്ടെ. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 2, നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ഇടേണ്ടത്, 3 ആൻഡ് 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 2 ടൈംസ് ഡിക്രീസിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിക്രീസിങ് ഇതാ 2 ചെയിനിൻ്റെ, അതായത് 2 സിംഗിൾ ക്രോഷ്യേൻ്റെ ഫ്രണ്ട് ലൂപ്പ് വെച്ചിട്ട് ചെയ്യുക. 1, നെക്സ്റ്റ് ഇതാ 2 ടൈംസ് ഡിക്രീസിങ് ചെയ്തു. ഇനി നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആദ്യം നമുക്ക് 2 ടൈംസ് ഡിക്രീസിങ് ചെയ്യാം. 1
ആൻഡ് 2 ടൈംസ് ഡിക്രീസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, 4 സിംഗിൾ ക്രോഷ്യ നമുക്ക് ഉണ്ടാവില്ല. 1 2 3 ആൻഡ് 4 കണ്ട. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യേണ്ടത് ഓൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. ഈച്ച് ചെയിന് സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 8 9 കറക്റ്റ് കണ്ടിന്യൂസ് ചെയ്യാം. 20th സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് റോയും കൂടി ഡിക്രീസിങ് ആണ് വരുന്നത്. അതായത് 1 സിംഗിൾ ക്രോഷ്യ 2 3 ടൈംസ് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് 2 ടൈംസ് ഡിക്രീസിങ്. 1 നെക്സ്റ്റ് 2 കണ്ട. ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 ആൻഡ് 6. ഇനി 2 ടൈംസ് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 ആൻഡ് 2. ഇനി 3 സിംഗിൾ ക്രോഷ്യ ബാക്കിയുണ്ടാവും. 1 2 ആൻഡ് 3 കണ്ട. കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. സ്റ്റിച്ചസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഫിങ്ങിൽ ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. സ്റ്റഫിങ് കറക്റ്റ് സ്റ്റഫിങ് തന്നെ കൊടുക്കുക. നല്ലോണം ആഡ് ചെയ്യാൻ പാടില്ല, കറക്റ്റ് സ്റ്റഫിങ് ആയിട്ട് കൊടുക്കുക. കൂടുതലും ആവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല. അങ്ങനത്തെ രൂപത്തിൽ നമ്മൾ വേണം സ്റ്റഫിങ് കൊടുക്കാൻ. അധികം നല്ലോണം ടൈറ്റിൽ കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മളെ പാറ്റേൺ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ വിചാരിച്ചിട്ട് തീരെ കുറച്ചും കൊടുക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ആ ഷേപ്പ് കിട്ടിയെന്ന് മനസ്സിലാവുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതേപോലെ നല്ല വൃത്തിക്ക് സ്റ്റഫിങ് ആഡ് ചെയ്യാം. ഓക്കെ, കണ്ട. കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 9th റോയാണ്. 9th റോയിലും നമുക്ക് ഡിക്രീസിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ ചെയിൻ 1 സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റും 1 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതായത് 2 ടൈംസ് 1 സിംഗിൾ ക്രോഷ്യ ഇട്ടു, പിന്നെ 2 ടൈംസ് ഡിക്രീസിങ് ചെയ്യാം. ഇതാ നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. 1 നെക്സ്റ്റും അതേപോലെ എടുക്കുക. 2. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 3 ആൻഡ് 4 കണ്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടൈംസ് ഡിക്രീസിങ് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. 1 ടൈം ഡിക്രീസിങ് ചെയ്തു, നെക്സ്റ്റ് സെക്കൻഡ് ടൈമും കൂടി ഡിക്രീസിങ് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. ഫ്രണ്ട് ലൂപ്പ് ഡിക്രീസിങ് ചെയ്തു. ഇനി നമുക്ക് 2 ചെയിനാണ് ബാക്കിയുള്ളത്. 2 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 ആൻഡ് 2. എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്ത അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മളെ ഡിക്രീസിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക്
എന്ത് ചെയ്യുക, കുറച്ച് സ്റ്റഫിങ്ങും കൂടി കൊടുക്കുക. നമ്മളൊരു റോയും കൂടി ചെയ്തില്ലേ, അപ്പം കുറച്ച് സ്റ്റഫിങ്ങും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് റോയും കൂടി ഉണ്ട് നമുക്ക്, 10th റോയും കൂടി കംപ്ലീറ്റ് ആയാൽ നമ്മളെ ഹാർട്ടിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്നിട്ട് നല്ല വൃത്തിക്കൊന്ന് സ്റ്റഫിങ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ചെയിൻ 1 ഇടുക. നമ്മൾ ഓൾ ചെയിൻ ഡിക്രീസാണ് ചെയ്യാൻ പോകുന്നത് ഈ റോയിൽ. ഇതാ ആ ഫസ്റ്റ് ചെയ്ത ചെയിനിൽ തന്നെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. രണ്ടിനെയും ഡിക്രീസിങ് ചെയ്യുക. 1 6 സിംഗിൾ ക്രോഷ്യാണ് നമുക്ക് ഈ റോയിൽ കിട്ടൽ. 2 3 4 5 ആൻഡ് 6. കണ്ട 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ പോവുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, കണ്ട നമുക്ക് എന്നാലും ഒരു റോ അല്ല, എന്നാലും ഹോള് ബാക്കിയുണ്ട്. കണ്ട, അതിനെന്ത് ചെയ്യുക, നമ്മൾ ചെയിൻ 1 ഇടുക. ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുക. വലിയ തന്നെ കട്ട് ചെയ്യണേ, നമുക്ക് തുന്നാനുള്ളതാണ്. കണ്ട, അതിന് ശേഷം കുറച്ചും കൂടി ഫൈബർ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടിയും കൊടുക്കുക, കാരണം അതിൽ കുറച്ചും കൂടിയും സ്പേസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതല്ലേ. എന്നിട്ട് ഇതേപോലെ കത്രികയോ സിസറോ പെൻസിലോ ഹുക്കോ വെച്ചിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് കുത്തി കൊടുത്താൽ മതി. ഇൻസൈഡ് കുത്തി കൊടുത്താൽ മതി, അതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും. കണ്ട, എല്ലാ ഭാഗത്തേക്കും കത്രിക വെച്ചിട്ട് തന്നെ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ കണ്ട സ്പേസ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഫൈബർ ഫില്ലിങ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കും. ആ ഫില്ല് ചെയ്യുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും. നല്ല ഷേപ്പ് തന്നെ ആക്കി വെക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്പേസിലേക്കും ഇതേപോലെ പോയിക്കോളും. ഇല്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് തന്നെ അവിടെ കൂടി നിൽക്കും. അതുകൊണ്ടാണ് ഇതേപോലെ കുത്തി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. കണ്ട, ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമ്മളെ ഹേർട്ടിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട, ക്യൂട്ടായിട്ടുള്ള ഹേർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഷേപ്പ് വരണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോള് നമുക്ക് മൂടണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിലെടുക്കുക. ഇതിന് പറ്റിയ നീഡിൽ തന്നെ എടുക്കണേ, ടൈപ്പ് നീഡിലെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കയറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ലാസ്റ്റ് റോയിൽ ഫ്രണ്ട് ലൂപ്പ് മാത്രം കാണുന്നുണ്ടോ, ഈ ഫ്രണ്ട് ലൂപ്പിലേക്ക് കൂടി മാത്രം നീഡിൽ വലിച്ചെടുക്കുക. ഇതാ 1 6 എണ്ണുണ്ട് നമുക്ക്. ഇതാ 2 നെക്സ്റ്റ് 3 4 5 കണ്ട ലാസ്റ്റായി 6 വലിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനൊന്ന് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. കണ്ട, അതങ്ങ് മൂടിപ്പോയി. ഇതാണ് നമ്മളെ ലാസ്റ്റ് പാറ്റേൺ. കണ്ട, അവിടെ ഷേപ്പ് വന്നത് കണ്ട. ഇനി എന്ത് ചെയ്യുക, ഈ യാണിനെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വലിച്ച് ആ യാണിനെ അങ്ങ് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അതങ്ങ് ഹൈഡായി പോയിക്കോളും. ഇവിടെ നിന്ന് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട, ഇതാണ് നമ്മളെ ഹാർട്ടിൻ്റെ പാറ്റേൺ. ഇതിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം നീഡിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.